ഹായ് ഹലോ. ഞങ്ങളിപ്പോൾ പോകുന്നത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഒരു ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവരാനുണ്ട്. സമയം മിഡ് നൈറ്റ് ആയി, അവൻ വരാറായിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നെയിം ബോർഡ് ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആലാബ്, കൂടെയുള്ളത് ആലാബിൻ്റെ കസിൻ നീന. ഇവനെ ഞങ്ങൾക്ക് കിട്ടിയത് കുസാറ്റ് കാലഘട്ടത്തിൽ നിന്നാണ് കേട്ടോ. ആലാബ് ഞങ്ങളുടെ അനിയൻകുട്ടിയാണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. അധികം സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. നാളെ രാവിലെ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിടേണ്ടത് ഞങ്ങളുടെ പണിയാണ്. ഇടയ്ക്ക് കഴക്കൂട്ടത്തെ ചായ ടൈമിൽ കയറി ഓരോ ചായ കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു രാത്രി സുഖമായി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് വീട്ടിലേക്കുള്ള യാത്രയിൽ ആലാബ് കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, വീട്ടിൽ വരുന്ന കാര്യം ബ്രദറിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. പിന്നെ വീട്ടിൽ വേറൊരു വിശേഷം കൂടി ഉണ്ടേനി. ബ്രദറിന്റെ മോളുടെ പിറന്നാളാണ്. ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ടാണ് ചെല്ലുന്നത്. ആലാബിന്റെ എക്സൈറ്റ്മെന്റ് ഏറെക്കുറെ ഞങ്ങളെയും ബാധിച്ചിനി കേട്ടോ. അവിടെ ചെന്ന് കയറുമ്പോഴുള്ള എല്ലാവരെയും പ്രതികരണം അറിയാൻ ഞങ്ങളും ക്യൂരിയസ് ആയിനി. യാത്ര ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. വീടിന്റെ പരിസരത്തെത്തിയപ്പോൾ ഗസ്റ്റുകളെല്ലാവരും വന്ന് കേക്ക് കട്ടിങ്ങിന്റെ സമയമാവുമ്പോൾ കയറാന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള റീയൂണിയന്റെ ഹാപ്പിനെസ് എന്താണെന്നുള്ളതാണ് കേട്ടോ. ആലാബിന്റെ അച്ഛൻ, അമ്മ, സിസ്റ്റർ, ഐദു ബേബി എന്ന് പേരുള്ള പിറന്നാളുകാരി എല്ലാവരും ഹാപ്പി ആയിരുന്നു. ആ സന്തോഷം നോക്കി നിന്നപ്പോൾ ഞങ്ങളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഇപ്പതാ വയറും. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.